ഗൈസ്, ഇന്ന് നമുക്ക് ഒരു ദോശയുടെ റെസിപ്പി നോക്കാം. ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീസൊക്കെ ഇട്ടിട്ട് കറിയൊന്നും കൂടാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശ. ഇതിന് സാമ്പാറോ ചട്നിയോ ഒന്നും വേണ്ട, നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാൻ ദോശമാവ് വേണം. ഞാൻ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നും ഒരു ചെറിയ സ്പൂൺ ഉലുവയും ചേർത്ത് 4 മണിക്കൂർ കുതിർത്തി അരച്ചെടുത്ത ശേഷം 8 മണിക്കൂർ ഫെർമെൻറ്റേഷൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോരോ അരി യൂസ് ചെയ്തിട്ടാണ് ദോശമാവ് ഉണ്ടാക്കുന്നത് അല്ലേ. ഞാൻ ദൊപ്പിയരി യൂസ് ചെയ്യാം, പിന്നെ ഇഡ്ഡലി റൈസ്, പച്ചരി, അങ്ങനെ പല റൈസും യൂസ് ചെയ്തിട്ട് നമുക്ക് ദോശമാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ക്രിസ്പി ആവാനും ഉലുവ ചേർക്കും. പിന്നെ ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത്, ബട്ടർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് ആലു ഭുജി ഇല്ലെങ്കിൽ മിക്സ്ചർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. അതുകൂടാതെ ഇത് നന്നായി മിക്സ് ചെയ്യാൻ നമുക്കൊരു സോസും വേണം. അപ്പോൾ സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്പൂണിൽ ഷെസ്വാൻ സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏത് സ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പൂണിൽ തന്നെ എല്ലാ സോസും യൂസ് ചെയ്ത് എടുത്താൽ മതി, അളവെടുക്കാൻ. പിന്നെ വേണ്ടത് നമുക്ക് പിസ്സ സോസാണ്. പിസ്സ ആൻഡ് പാസ്ത സോസ്, അതും 1 സ്പൂൺ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 2 സ്പൂൺ കെച്ചപ്പോ ടൊമാറ്റോ സോസോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള അത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമുക്ക് ദോശയ്ക്ക് വേണ്ട സോസ്. അപ്പോൾ ദോശ ചൂടാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് ദോശച്ചട്ടി നല്ല ചൂടാകുമ്പോൾ നമുക്ക് അല്പം നെയ്യ് തടവി കൊടുത്ത ശേഷം നല്ലോണം ചൂടാവട്ടെ ദോശച്ചട്ടി. എന്നിട്ട് ദോശമാവ് ഒഴിച്ചു കൊടുക്കും. എത്ര മാക്സിമം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നാക്കി പരത്തുക. അതിൻ്റെ സൈഡിൽ ഒരല്പം കട്ടി പിടിക്കുന്നുണ്ട്. എന്നിട്ട് സിമ്മിലിടണം. സിമ്മിലിട്ടിട്ട് നമുക്ക് ഈ ആലു മാഷ് ചെയ്തത്, അതിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ദോശമാവിലും ആലു പുഴുങ്ങി പൊടിക്കുമ്പോഴത്തേക്കിലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിരിക്കണം. അതിലേക്ക് നമ്മൾ സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ 1 സ്പൂൺ ചീസ്, ഒരു സ്പൂണോ അത് നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ചീസും ചേർക്കുക, ബട്ടറും ചേർക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ സോസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്തിട്ട് ഈ മിക്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അത് ദോശയിൽ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഈ ദോശ കഴിക്കാൻ നമുക്ക് യാതൊരു കറിയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. ആ ചമ്മന്തി കഴിക്കുമ്പോൾ ഉള്ള ഒരു പുളിയും എരിവും ഒക്കെ എല്ലാം ഈ സോസിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂടോടുകൂടി ഈ ദോശ അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഒരു കറിയും വേണ്ട. നല്ല ടേസ്റ്റിയുമാണ്. നന്നായി സ്പ്രെഡ് ചെയ്ത് കുറച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ചീസും ബട്ടറും ഒക്കെ കൂടുതലിടാം. അപ്പോൾ അത് നല്ല കുറച്ചുകൂടിയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. സിമ്മിലിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം അതൊന്ന് ചെറിയ തിള വരണതുപോലെ നമുക്ക് കാണാൻ പറ്റും ഈ ദോശയിൽ. അതിനുശേഷം കുറച്ചുകൂടി ചീസും ഈ ആലു ഭുജിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് മടക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈസി ദോശ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി കഴിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ദോശയല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.